വരാനിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമായ ആനുകാലിക ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? സുനിത വില്യംസ്. നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസ് 62 മണിക്കൂറും 6 മിനിറ്റുമാണ് ബഹിരാകാശത്ത് നടന്നത്. നാസയുടെ മുൻ ശാസ്ത്രജ്ഞയായ അമേരിക്കൻ വനിത പെഗ്ഗി വിറ്റ്സന്റെ 60 മണിക്കൂർ 21 മിനിറ്റ് റെക്കോർഡാണ് സുനിത വില്യംസ് തിരുത്തിക്കുറിച്ചത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ആദ്യത്തേത് ഉത്തരാഖണ്ഡ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. മഹാകുംഭമേള 2025 ബന്ധപ്പെട്ട വിഷയമാണ് ഉത്തർപ്രദേശ് അവതരിപ്പിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച പദ്ധതി ഏതാണ്? ഒപ്പം പദ്ധതി. ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക ഏന്തിയത് PS ജീന ബാസ്കറ്റ്ബോൾ താരമാണ്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ഇതിന്റെ ഗുഡ്വിൽ അംബാസഡറാണ് മഞ്ജു വാര്യർ. ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. കച്ചിൽ. പ്രഗതി, പ്രജനി എന്നിവ ഏതു കാർഷിക വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്? പാവൽ. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? ടി പത്മനാഭൻ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയത്? ദുബായ് വിമാനത്താവളം. 100 വർഷത്തിനു ശേഷം ഇടുക്കിയിലെ മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം പക്ഷി ഏതാണ്? നൽപട്ടൻ. ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച തപോമയ്യുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഇ സന്തോഷ് കുമാർ. ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സാറ ജോസഫ്. ഇന്ത്യയുടെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് 2025 ജനുവരി 26 ആഘോഷിച്ചത്? 76ാമത്തെ. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥിയായ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? സുവർണ ഭാരത് പൈതൃകവും വികസനവും. 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാളി ആരാണ്? MD വാസുദേവൻ നായർ. മരണാനന്തര ബഹുമതി. മഹാത്മാഗാന്ധിയുടെ എത്രാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2025 ആചരിച്ചത്? 78ാമത്തെ. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ട് 2025 എത്ര വർഷമാണ് പൂർത്തിയാക്കിയത്? 75 വർഷം. 1950 ജനുവരി 25 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. 2025 ജനുവരിയിൽ 75ാം ചരമവാർഷികം ആചരിച്ച കേരള നവോത്ഥാന നായകൻ ആരാണ്? ഡോക്ടർ പൽപ്പു. അദ്ദേഹം അന്തരിച്ചത് 1950 ജനുവരി 25. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ഷാഫി. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാൻ. തിരൂർ തുഞ്ച സ്മാരക ട്രസ്റ്റ് ചെയർമാനായി നിയമിതനായത് ആരാണ്? വൈശാഖൻ. തുഞ്ച സ്മാരക ട്രസ്റ്റ് ചെയർമാനായിരുന്ന MD വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്നാണ് വൈശാഖൻ ചെയർമാനായത്.
വൈശാഖൻ എന്ന തുലികാനാമത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് MK ഗോപിനാഥൻ നായർ. കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഏതാണ്? കവചം. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കവചം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2025 ജനുവരി 21-നാണ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ 2025 വേദി തിരുവനന്തപുരം. ലോകത്തെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടം ആകാൻ ഒരുങ്ങുന്ന നഗരം ഏതാണ്? അബുദാബി. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? വേനൽ മധുരം. അമേരിക്ക പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ഏത് സംഘടനയിൽ നിന്നാണ് 2025 ജനുവരിയിൽ അമേരിക്ക പിന്മാറിയത്? ലോകാരോഗ്യ സംഘടന WHO. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയ ആദിവാസി രാജാവ് ആരാണ്? രാമൻ രാജമന്നൻ ദക്ഷിണേന്ത്യയിലെ ഏക ആദിവാസി രാജവംശമാണ്. സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയരാക്കി രോഗനിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ അശ്വമേധം. 2025 100ാം ജന്മവാർഷികം ആചരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? രാജ രാമണ്ണ. 1925 ജനുവരി 28-നാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. 1974 മെയ് 18-ന് പൊക്രാനിൽ നടന്ന ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണത്തിനു നേതൃത്വം നൽകിയ വ്യക്തിയായ രാജ രാമണ്ണ ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ്. 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സോനാമാർഗ് തുരങ്കം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.